ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു മീൻ വറുത്തതാണ് കേട്ടോ. വളരെ കുറച്ച് എണ്ണയിൽ മുഴുവനോടുള്ള മീൻ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ വറുത്തെടുക്കാമെന്നാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പി തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു മീൻ വറുത്തതാണ്. ഞാൻ മിക്കവാറും വീട്ടിൽ മീൻ വറുക്കുന്നത് ഈ ഒരു മസാലക്കൂട്ടിലാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ ഫിഷ് ഫ്രൈക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചെറിയുള്ളി. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു സവോള എടുക്കാം. ഞാനിവിടെ 25ഓളം ചെറിയുള്ളി തോലെല്ലാം മാറ്റി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റഫ്ലി ചോപ്പ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 പീസ്, ഓൾമോസ്റ്റ് ഒരു തുടം, വലിയൊരു വെളുത്തുള്ളിയുടെ തുടം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 15 പീസസോളം ഉണ്ടായിരുന്നു. അതും റഫ്ലി ചോപ്പ് ചെയ്ത് ഒരു ബൗളിലാക്കി മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ, പെപ്പർകോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മിക്സറിൻ്റെ ജാറിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഒരുപാട് അരഞ്ഞു പോവാതെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കുകയാണ്. നമുക്കിനി മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങ മുഴുവനോടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജ്യൂസും കൂടെ പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ആക്ച്വലി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ മീൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നല്ലപോലെ മസാലക്കൂട്ടൊക്കെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുകയാണ്. നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഈ ചേർത്തേക്കുന്ന മസാല പൗഡേഴ്സും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നവരേക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിപ്പും ഒക്കെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഇപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 6 അയല മീനാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് വരയിട്ട് കൊടുക്കണം, ലൈൻസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ മീനൊക്കെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം വലുപ്പമുള്ള 6 അയലയാണ് ഞാൻ എടുത്തിരുന്നത്. ഇത് മുഴുവനോടെ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണെന്ന് വെച്ചാൽ ആ മീനിനനുസരിച്ച് നമുക്ക് മസാലക്കൂട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ. മസാലക്കൂട്ടൊക്കെ നല്ലപോലെ മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ചേർത്ത് തന്നെയാണ് വരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ മീനും വരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ മസാല പേസ്റ്റൊക്കെ മീനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. നമുക്ക് ഈ മസാല പേസ്റ്റൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കും കേട്ടോ. ഓപ്ഷണലാണ്, അത്രയും നേരം വെക്കണമെന്നില്ല. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഞാനൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ മീൻ വറുക്കുന്നതിന്. ഗ്യാസ് സ്റ്റൗവിലോട്ടൊരു ദോശപ്പാനൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. പാനൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. പാനൊക്കെ ചൂടായി വന്നതിന് ശേഷം അതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഫിഷൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. പാന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് മീൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി സ്ലോ ഫ്ലെയിമിൽ. നെക്സ്റ്റ് അടുത്ത സൈഡും അതുപോലെ ഒരു 10 മിനിറ്റ്സും കഴിയുമ്പോൾ നമ്മൾ മീനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്ത് കിട്ടും. കുറേ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ കൂട്ട് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറും ഒരു രസവും ഈ മീൻ വറുത്തതും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും ഈ റെസിപ്പി ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതുപോലെയൊക്കെ ചെയ്യുന്നവർ വേറെ ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരയ്ക്കും താങ്ക് യു, ബൈ.